ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും അർച്ചനയും വൃന്ദാവനത്തിലേക്ക് എത്തി. അനൂപിൻ്റെയും മീരയുടെയും സംസാരം കേട്ട് അവരോട് സംസാരിച്ചുകൊണ്ട് അരികിലേക്ക് ചെന്നതും അനൂപ് വെറുതെയാണോ സച്ചിയും അർച്ചനയും എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന സച്ചിയെ നോക്കി പറഞ്ഞു, സച്ചിയേട്ടാ അതങ്ങ് കൊടുത്തേക്ക്. ഇത് കേട്ട ഉടനെ സച്ചി വേഗം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കീ എടുത്ത് അത് അനൂപിൻ്റെ കയ്യിലേക്ക് നൽകുന്നു. അപ്പോഴേക്കും അനൂപ് ആ കീ കണ്ട് അതിശയത്തോടെ സച്ചിയെ നോക്കി. സച്ചി പറഞ്ഞു, അനൂപേട്ടൻ അതിശയിക്കണ്ട, അനൂപേട്ടൻ്റെ ആ ബൈക്ക് തന്നെയാണ്. അത് കണ്ട ഉടനെ അനൂപിന് വിശ്വസിക്കാനാകാതെ അനൂപ് വേഗം മുറ്റത്തേക്ക് ചെല്ലുന്നു. അനൂപ് ഉടനെ തന്നെ മുറ്റത്തേക്ക് വന്നതും മുറ്റത്തിരിക്കുന്ന ആ ബൈക്ക് കണ്ട് അതിശയത്തോടെ നോക്കി. അനൂപിൻ്റെ ബൈക്ക് അവിടേക്ക് സച്ചി കൊണ്ടുവന്നത് കണ്ട് അനൂപും പിന്നാലെ മീരയും അവിടെ വന്ന് ആ ബൈക്കിനെ ഒന്നാകെ ഒന്ന് നോക്കുന്നു. ഈ സമയത്ത് അർച്ചനയും സച്ചിയും അവിടേക്ക് ഇറങ്ങി വന്നു. ഇരുവരും ചിരിച്ചുകൊണ്ട് അനൂപിനെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ അനൂപിൻ്റെ ആ ബൈക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തതിൻ്റെ അതിശയത്തിൽ അനൂപ് നോക്കുന്നത് കണ്ടതും സച്ചി പറഞ്ഞു, അനൂപേട്ട ആ ബൈക്ക് തന്നെയാണ് ഇത്, ഞാനിതിനകത്ത് ആളല്ല കേട്ടോ എന്ന് ഉടനെ അർച്ചന അനൂപിനോട് പറഞ്ഞു. ഞാനിത് അറിഞ്ഞു പോലുമില്ല. ഇതുമായി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ്, സച്ചിയേട്ടൻ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോലും ഇക്കാര്യം അറിയുന്നത്. ഉടനെ അനൂപ് ആ ബൈക്ക് നോക്കി നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞു, ആ ബൈക്ക് തന്നെയാണ്. ചെറിയ ചില ജോലികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു, ഇച്ചിരി പണിയുണ്ടായിരുന്നു ഇതിന്. ആ പണിയെല്ലാം ഞാനങ്ങ് പൂർത്തിയാക്കി കേട്ടോ. ഇപ്പോൾ നല്ല കണ്ടീഷനിലാണ് ആള് എന്ന് അനൂപിനോട് സച്ചി അറിയിച്ചു. ഇത് കേട്ടതും അനൂപ് പറഞ്ഞു, അല്ല സച്ചി, ഞാൻ എന്ന് പറഞ്ഞതും പിന്നെ അനൂപേട്ടനോട് എനിക്ക് പിണക്കമുണ്ട് കേട്ടോ. ആദ്യയുടെ വിവാഹത്തിന് വിവാഹ നിശ്ചയത്തിന് വേണ്ടി അനൂപേട്ടൻ ഈ ബൈക്ക് വിറ്റു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. കാരണം എനിക്ക് അതിന് ആരുമല്ല എന്നുള്ള അല്ലേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അനൂപ് ചേട്ടൻ ഇക്കാര്യത്തിന് എന്നോട് ഒരു വാക്ക് സംസാരിച്ചില്ലല്ലോ, എന്നോട് പറഞ്ഞുമില്ലല്ലോ. ആതിരയ്ക്ക് വേണ്ടി അനൂപേട്ടൻ എടുത്തു ചാടി ഇതെല്ലാം ചെയ്തില്ലേ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ബൈക്ക് വിൽക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആതിരയും അവിടേക്ക് എത്തി. മീര പറഞ്ഞു, അത് പിന്നെ പെട്ടെന്ന് ഇനിയും വിവാഹ ആവശ്യത്തിന് ഇനിയും സച്ചിയുടെ സഹായം ആവശ്യമായി വരുമല്ലോ, അപ്പോൾ പിന്നെ ആ സമയത്ത് ചോദിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയ അനൂപേട്ടൻ ഇതെല്ലാം ചെയ്തതെന്ന് മീര മറുപടി നൽകി. ഉടനെ ആതിര അവിടേക്ക് എത്തിയതും സച്ചി ആതിരയുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു, അല്ല നിന്റെ പഠനത്തിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചിട്ടും ആതിര പറഞ്ഞു, നാളെ കോളേജിൽ പോകണം, സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിക്കണം. ഉടനെ സച്ചി പറഞ്ഞു, എന്നാൽ ശരി, വേഗം ഏത് കോഴ്സിനാണ് ചേരുന്നത് തീരുമാനിച്ചോ എന്ന് ആതിരയോട് സച്ചി അറിയിച്ചു. അപ്പോഴേക്കും വേഗം അർച്ചന അനൂപിനോട് ചോദിച്ചു, അനൂപേട്ടാ ഞാനും സച്ചേട്ടനും കൂടി ഞങ്ങൾ ഒന്ന് ടൂറ് പോകാനായി ആലോചിക്കുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും മാനസികാവസ്ഥ അതുപോലെ ആയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ടൂറിന് പോവുക. അപ്പോൾ കൂടെ ഞങ്ങൾക്ക് മീരയെടുത്തിയെയും അവിടെ മോളെയും കൂടെ കൊണ്ടുപോയാലോ എന്നൊരാലോചന. ഞങ്ങളെ അവരെയും കൂടെ വിടുവോ എന്ന് ചോദിച്ചതും അനൂപ് ഒന്നും മിണ്ടാതെ നിന്നതും എനിക്ക് വലിയ സന്തോഷമായി. അപ്പോഴേക്കും അർച്ചന സച്ചിയെ നോക്കിയതും ഉടനെ സച്ചി അർച്ചനയോട് ആ കാര്യം കൂടി പറയൂ എന്ന് തലകൊണ്ട് കാണിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് പിന്നെ അനൂപേട്ടാ, ഇവിടുന്ന് മീരേച്ചിയും ഒപ്പം ആവണി മോളും വരുന്നുണ്ടല്ലോ, അപ്പോൾ ആതിരെ കൂടെ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. ഉടനെ അനൂപ് അപ്പോഴേക്കും ആകെ സംശയത്തോടെ അച്ഛനെ നോക്കി. ഉടനെ മീര ചോദിച്ചു, അല്ല അവിടുന്ന് ഇപ്പോൾ ആരാ വേറെ വരുന്നത്, വീട്ടിൽ നിന്ന് വേറെ ആരാ കൂടെ ഉള്ളത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അവിടുന്ന് വേറെ ആരും വരുന്നില്ല, ഞാനും സച്ചേട്ടനും പിന്നെ സന്ദീപും. അത് കേട്ട ഉടനെ അനൂപിൻ്റെ മുഖമാകെ മാറി. അനൂപ് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടുന്ന് ഇക്കാര്യം പറഞ്ഞ് ആരും നീ ക്ഷണിക്കണ്ട. വേണമെങ്കിൽ മീരയും കുമ്മോളും വന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സന്ദീപ് കൂടെ ഉണ്ടെങ്കിൽ എന്നെയോ ആതിരയോ നിങ്ങളാരും ക്ഷണിക്കേണ്ടതില്ല എന്ന് അർച്ചനയോട് അനൂപ് പറഞ്ഞു. ഇക്കാര്യമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എങ്ങനെയാണ് അച്ചു നിനക്ക് ഇക്കാര്യം എന്നോട് ചോദിക്കാൻ കഴിഞ്ഞത് എന്ന് അർച്ചനയോട് ദേഷ്യത്തോടെ അനൂപ് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട ഉടനെ മീരയും അതുപോലെ തന്നെ അച്ഛനോട് ദേഷ്യപ്പെട്ടു. നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എങ്ങനെയാണ് അച്ചു ഇക്കാര്യം നിനക്ക് അനൂപിനോട് ചോദിക്കാനുള്ള ധൈര്യം വന്നത് എന്ന് അർച്ചനയോട് ഉടനെ മീരയും ചോദിച്ചു. എന്തായാലും സന്ദീപ് ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒരു കാരണവശാലും ആതിരയും കൂടെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മീര പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അനൂപ് അകത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമത്തിലായി അർച്ചന. അപ്പോഴേക്കും മീര പറഞ്ഞു, അതെ ഞാനും മോളും വരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ആതിരയെ കൊണ്ടുപോകുന്നത്,
ആതിരെ കൊണ്ടുപോകാൻ എന്തായാലും അനുവേട്ട സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, അല്ല മീരടുത്തി അർച്ചനയോട് ചോദിച്ചു, അല്ല അർച്ചനെ നമ്മളിത് എങ്ങോട്ടാ ടൂറ് പോകുന്നത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഓ ആതിരെ വിടുന്നില്ല എങ്കിൽ പിന്നെ മീരയുടെ അടുത്തിയും അവണി മോളും എന്തിനാ വരുന്നത്, നിങ്ങളും പിന്നെ വരേണ്ട കാര്യമില്ല എന്ന് അർച്ചന അറിയിച്ചു. ഉടനെ മീര പറഞ്ഞു, അല്ല അതിപ്പോ എങ്ങനെയാ, ഞങ്ങൾ വരുന്നോണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചതും അർച്ചന വേഗം മീരയോട് പറഞ്ഞു, അതെ മീരടുത്തി ഒരു കാര്യം ഞാൻ പറയട്ടെ, മീരടുത്തിയും അവണിയോളം വരുന്നുണ്ടെങ്കിൽ അതിന് ആതിരയും കൂടെ കൂട്ടണം. അത് അനൂപേട്ടനെ പറഞ്ഞ് അക്കാര്യം സമ്മതിപ്പിക്കാൻ മീരടുത്തിക്ക് അറിയാം. എങ്ങനെ പറയണമെന്നും ഏത് രീതിയിൽ പറയണമെന്നൊക്കെ മീരടുത്തി അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് അർച്ചന മീരയോട് പറഞ്ഞു. അനൂപിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മീരയെ ചട്ടം കയറ്റി. അങ്ങനെ അർച്ചന മീരയെ പറഞ്ഞയച്ചു. മീര ഉടനെ തന്നെ അനൂപിന്റെ പിന്നാലെ ചെന്നു. അനൂപ് വേഗം പുറത്തേക്ക് പോകാനായി റെഡിയാവുന്നു. അനൂപ് മീരയോട് പറഞ്ഞു, ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം, എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചതും മീര ആകെ മുഖം വെറുപ്പിച്ച് അവിടെ ചെന്നിരുന്നു. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, അതെ നീ എത്ര മുഖം വീർപ്പിച്ചാലും ശരി, എന്തായാലും ശരി, ഒരു കാരണവശാലും ആദ്യയെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ആ സന്ദീപ് എന്ന് പറയുന്നതിൻ്റെ കൺവെട്ടത്ത് പോലും എൻ്റെ ആദരമൂള് ചെല്ലരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോഴാണ് അവൻ്റെ കൂടെ 2-3 ദിവസം ടൂറെന്ന് പറഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അനൂപ് പറഞ്ഞു. ഉടനെ മീര പറഞ്ഞു, അതെ അനൂപേട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇക്കാര്യം ഞാൻ അർച്ചനയോടും സച്ചിയോടും പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയാവോ, അനൂപേട്ടന് സ്വന്തം ഭാര്യയെയും അനുജത്തെയും വിശ്വാസമില്ലെന്ന്. അങ്ങനെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളും കൂടെ ചെല്ലണ്ട എന്നാണ് അർച്ചനയും സച്ചിയും പറഞ്ഞത്. അതിൽ നിന്ന് എന്താ അർത്ഥമാക്കേണ്ടത്, എൻ്റെ ഭർത്താവ് ഒരു മൂരാശിയാണെന്നല്ലേ അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അനുപേട്ടനൊരു കാര്യം അറിയാവോ, നമ്മുടെ മോൾക്കും ആഗ്രഹം കാണില്ലേ ഈ വെക്കേഷൻ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. അവളുടെ കൂട്ടുകാരെല്ലാവരും വെക്കേഷനാണെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മോള് മാത്രം നമ്മുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് അവൾ മാത്രം നമ്മളോട് ഈ കാര്യം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നില്ല. അനൂപേട്ടൻ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല അനൂപേട്ട. അനൂപേട്ടന് എവിടെയെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞോ? അല്ല അങ്ങനെ ഒരു ആഗ്രഹം പോലും അനൂപേട്ടൻ്റെ മനസ്സിലുണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് ആകെ വിഷമിച്ച് അനൂപ് അങ്ങനെ നിൽക്കുമ്പോൾ മീര പറഞ്ഞു, അനൂപേട്ട ഞാനും അർച്ചനയും ഉണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ആതിരയ്ക്ക് സന്ദീപുമായി അങ്ങനെ ചങ്ങാത്തം സ്ഥാപിക്കാൻ കഴിയുമോ? ഞങ്ങൾ നോക്കിക്കോളാവുന്നേ. അനുപേട്ടനൊന്ന് സമ്മതിക്ക്, അനുപേട്ടൻ്റെ സമ്മതം മാത്രം പോരെ. അല്ലെങ്കിലും ഞങ്ങളെ എവിടെയാണ് അനുപേട്ടൻ കൊണ്ടുപോകുന്നത്, ഇതുപോലൊരു സാഹചര്യം ഇനി വീണ് കിട്ടുമോ അനുപേട്ട എന്നെല്ലാം പറഞ്ഞ് അനൂപിനോട് തന്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീര. അപ്പോഴേക്കും മറുപടി ഒന്നും പറയാതെ അനൂപ് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ആവണി മോളെത്തി. മീരയുടെ അരികിലേക്ക് എത്തി ആവണി ചോദിച്ചു, അമ്മേ നമ്മൾ എവിടെയാ അമ്മേ ടൂറ് പോകുന്നത്? ദാ സച്ചിയങ്കിള് പറഞ്ഞല്ലോ നമ്മൾ ടൂറ് പോകുന്നുണ്ടെന്ന്. അപ്പോഴേക്കും മീര പറഞ്ഞു, ഓ നമ്മൾ പോകുന്നില്ല മോളെ, അവര് അർച്ചനയും സച്ചിയും ഒക്കെയാ പോകുന്നത്. അതെന്താ അമ്മേ നമ്മൾ പോകാത്തത് എന്ന് ഉടനെ മോള് ചോദിച്ചതും മീര പറഞ്ഞു, അതോ മോളുടെ അച്ഛൻ്റെ പേര് അനൂപ് എന്നായതുകൊണ്ട് നമ്മൾ പോകുന്നില്ല അത്ര തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അനൂപിൻ്റെ അരികിലേക്ക് ചെന്ന് മോള് ചോദിച്ചു, അച്ഛാ അതെന്താ അച്ഛൻ നമ്മൾ പോകാത്തത്, നമുക്കും പോകാം അച്ഛാ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു മോള്. ഉടനെ മീര ദേഷ്യപ്പെട്ടു, ദേ നീ കിടന്ന് ഒച്ച ഉണ്ടാക്കുകയൊന്നും വേണ്ട, നിന്റെ അച്ഛനെ ഒരു കാലത്ത് നിന്ന് സമ്മതിക്കില്ല. ആ മനുഷ്യന് ഇങ്ങനെയുള്ള യാത്രകൾ ഇഷ്ടവുമല്ല, ആ മനുഷ്യനിട്ട് കൊണ്ടുപോകത്തുമില്ല. ഉടനെ വേഗം തന്നെ മോളെ ചെന്ന് വിളിച്ചിട്ട് അനു പറഞ്ഞു, അതെ മോളെ അടുത്ത ദിവസം അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോകും. അപ്പോഴേക്കും ഉടനെ മീര പറഞ്ഞു, ആ എൻ്റെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാ ആ ബീച്ച്, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോ മോളെ, ഇനി ഈ ബീച്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട. നിന്റെ അച്ഛനെ എന്തായാലും നമ്മളെ ഒരു സ്ഥലത്തോട്ടും കൊണ്ടുപോകത്തുമില്ല, എങ്ങും വിടത്തുമില്ല എന്ന് പറഞ്ഞ് ആവണിയോട് വരാൻ പറഞ്ഞ് മീര ബഹളം ഉണ്ടാക്കി. ആവണിയോട് വരാൻ പറഞ്ഞ് മീന വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ അനൂപിൻ്റെ തോളിൽ കൈയിട്ട് മീര ഉടനെ തന്നെ ആവണി പറഞ്ഞു, അച്ഛാ അച്ഛാ ഞങ്ങളും പൊക്കോട്ടെ, അച്ഛനൊന്ന് സമ്മതിക്കച്ചാ എന്ന് ആവണി അനൂപിനോട് ചോദിക്കുമ്പോൾ മീര ആവണിയെ പിടിച്ചു വലിക്കാനായി ശ്രമിച്ചു. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, വേണ്ട കൊച്ചിനെ വഴക്കുണ്ടാക്കണ്ട, കൊച്ചിനെ സങ്കടപ്പെടുത്തണ്ട, ഇനി എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്ന് അനൂപ് സമ്മതം മൂളിയതും ഉടനെ ആവണി പറഞ്ഞു, അപ്പം നമ്മൾ പോകുന്നുണ്ടമ്മേ. അത് കേട്ട മീരയ്ക്കും വലിയ സന്തോഷമായി. മീരയും മോളും കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഉടനെ ആവണി പറഞ്ഞു, ഞാനെന്താ ഇക്കാര്യം ചെന്ന് ഉടനെ തന്നെ സച്ചിയങ്ങളോടും ആശാൻ അനിയോടും പറയട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന്
മടിയിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോഴേക്കും അനൂപാകെ വിഷമത്തോടെ മീരയെ നോക്കുമ്പോൾ മീര താൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തതിൻ്റെ അഹങ്കാരത്തോടെ അനുവിനെ നോക്കി. പിന്നീട് സന്ധ്യയായ സമയത്ത് സച്ചിയും അർച്ചനയും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. അപ്പോഴേക്കും ഉടനെ കമലെടുത്തി ഒരു വിക്ഷോഭം നിറച്ച് എന്തോ സാധനങ്ങളുമായി മോളെ ഇതുകൂടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അർച്ചനയുടെ അരികിലേക്ക് എത്തി. ഉടനെ അർച്ചന ചോദിച്ചു, അമ്മ ഇതെന്താ എന്താ ഇത് എന്ന് ചോദിച്ചതും, ഇതൊക്കെ അവിടെ കിട്ടാത്ത സാധനമാണോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ഉടനെ വേണ്ടമാഷ് പറഞ്ഞു, മോളെ നീ അത് മേടിച്ചോ, അവിടെ കിട്ടുന്നതാണെങ്കിൽ പോലും ഇവിടെ വന്ന് നീ പോകുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും തന്നു വിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമാ എന്ന് പറഞ്ഞു. ഉടനെ എന്നാ ശരിയമ്മേ, അച്ഛാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അർച്ചന യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ദയാനന്ദ മാഷ് മാത്രം അവരെ നോക്കാതെ ആകെ വിഷമിച്ച് മാറി നിന്നു. ഇത് കണ്ടതോടെ അർച്ചന അരികിലേക്ക് എത്തി ചോദിച്ചു, അച്ഛനെന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഉടനെ ആതിര അരികിലേക്ക് എത്തി പറഞ്ഞു, അത് ചേച്ചിക്ക് അറിയത്തില്ലേ, ചേച്ചി പോകുന്നതിൻ്റെ സങ്കടമാണ് അച്ഛനെ കാണിക്കുന്നത്. സാധാരണ ചേച്ചി പോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ കാണാറുള്ളത്. ഇന്ന് എന്തു പറ്റിയെന്ന് അറിയില്ല എന്ന് അർച്ചനയോട് ആതിര അറിയിച്ചു. ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, അങ്ങനൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞതും അച്ഛനെ പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങ് ചെന്നാൽ ഉടനെ അച്ഛനെ വിളിക്കാം. അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു, എനിക്ക് മാത്രമല്ല ഇതെല്ലാ അച്ഛന്മാരുടെയും വിഷമമാണ് ഇപ്പോൾ മക്കൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടം എന്ന് ദയാനന്ദ മാഷ് പറഞ്ഞു. അപ്പോഴേക്കും എന്നാ ശരി സച്ചിയേട്ടാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞതും രണ്ടുപേരും കൂടി കാറിനരികിലേക്ക് ചെല്ലുമ്പോൾ സച്ചി വേഗം അർച്ചനയോട് പറഞ്ഞു, അതെ അർച്ചന വേണമെങ്കിൽ ഇന്ന് ഇവിടെ നിന്നു, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഞാൻ ഇക്കാര്യം സച്ചിയേട്ടനോട് ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോഴേക്കും സച്ചി വേഗം ദയാനന്ദ മാഷിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ദയാനന്ദ മാഷോട് പറഞ്ഞു, അച്ഛാ എന്തായാലും അർച്ചന ഇവിടെ നിന്നോട്ടെ, നാളെ സൗകര്യം പോലെ അർച്ചന വീട്ടിലേക്ക് വന്നാൽ മതി. അപ്പോഴേക്കും ഉടനെ ദയാനന്ദ മാഷ് ചോദിച്ചു, എന്നാ മോനെ സച്ചി നിനക്കൂടെ ഇവിടെ നിൽക്കത്തില്ലേ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അയ്യോ അച്ഛാ നാളെ രാവിലെ എനിക്ക് ഓഫീസിൽ പോകേണ്ടതാ, ഞാനിവിടെ നിന്ന് എൻ്റെ ഓഫീസിൽ പോക്കൊക്കെ മുടങ്ങും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് അനൂപും മീരയും എത്തിയത്. രണ്ടുപേരും വന്ന ഉടനെ മീര വേഗം സച്ചിയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല നിങ്ങൾ ഇറങ്ങുവാണോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഇല്ല എടുത്തി ഞാൻ പോകുന്നില്ല, സച്ചിയേട്ടൻ മാത്രം എന്ന് പറഞ്ഞതും മീര ഉടനെ സച്ചിയോട് ചോദിച്ചു, അല്ല സച്ചിക്കിന്ന് പോകണോ എന്ന് ചോദിച്ചതും സച്ചി പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ ഞാൻ ചാടിക്കയറി പറഞ്ഞു പോയി നാളെ ഓഫീസിൽ പോകണമെന്നും എന്നെല്ലാം ആലോചിച്ച് സച്ചിയാകെ വിഷമിച്ച് വെക്കുമ്പോൾ മാഷ് പറഞ്ഞു, അല്ല മോന് നാളെ ഓഫീസിൽ പോകേണ്ടതുണ്ട്, അത്യാവശ്യം എന്തോ കുറേ ഫയൽസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അപ്പം പോക്കോട്ടെ എന്ന് ദയാനന്ദ മാഷ് പറഞ്ഞതും ഉടനെ മീര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സച്ചി പൊയ്ക്കോ എന്ന് മീര സമ്മതിച്ചു. അപ്പോഴേക്കും സച്ചി എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കാറിനരികിലേക്ക് പോകുമ്പോൾ സച്ചിയുടെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ ആരെങ്കിലും ഒന്ന് വിളിച്ച് ഇന്ന് പോകണ്ട എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിച്ച് സച്ചി ഡോറിനരികിലേക്ക് ചെന്നതും പെട്ടെന്ന് അനൂപ് വിളിച്ചു, അളിയ. അപ്പോഴേക്കും വലിയ സന്തോഷത്തോടെ സച്ചി അരികിലേക്ക് ഓടിച്ചെന്നു. എന്താ അനൂപേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ നേരെ ഇത്രയും വൈകിയില്ലേ, ഇനി രാവിലെ പോകാം സച്ചി. അത് കേട്ട ഉടനെ സച്ചി ആഗ്രഹിച്ച കാര്യമാണല്ലോ അനുപേട്ടൻ പറഞ്ഞു എന്ന സന്തോഷത്തിൽ സച്ചി നിൽക്കുമ്പോൾ പെട്ടെന്ന് ദയാനന്ദ മാഷ് പറഞ്ഞു, അല്ല അനുപേ, മോന് നാളെ ഓഫീസിൽ പോകേണ്ടതാണ്, ഇവിടെ നിന്ന് ഓഫീസിൽ പോകൊക്കെ ആകെ പ്രശ്നത്തിലാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദയാനന്ദ മാഷ് സച്ചി പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് സച്ചി വേഗം എടുത്തുചാടി പറഞ്ഞു, അത് സാരമില്ല ചാ, കുഴപ്പമില്ല, നാളെ അല്പം നേരത്തെ എഴുന്നേറ്റ് ഞാൻ വീട്ടിലേക്ക് പോയി റെഡിയായി ഓഫീസിൽ പോകണമെന്നല്ലേ ഉള്ളൂ, അത് സാരമില്ല, അത് ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല, അതാ ശരി എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് അത് തടയാൻ ഒരുങ്ങിയത് സച്ചി സമ്മതിച്ചു. വേഗം അർച്ചനയുടെ അരികിലേക്ക് ചെന്ന് അർച്ചനയോട് പറഞ്ഞു, എന്താ അതല്ലേ എന്റെ ശരി എന്ന് ചോദിച്ച് സച്ചി അങ്ങനെ സംസാരിച്ചു കേൾക്കുമ്പോൾ ദയാനന്ദ മാഷിന് സച്ചിയുടെ ആ സംസാരം കേട്ട് അത് കാര്യം എന്നാണെന്ന് മനസ്സിലായി. ദയാനന്ദ മാഷ് നോക്കി ചിരിച്ചുകൊണ്ട് തല കുലുക്കുമ്പോൾ ഉടനെ കമലയിടത്തെയും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നു. എല്ലാവർക്കും സച്ചി അവിടെ നിൽക്കുന്നത് കേട്ടതോടെ വലിയ സന്തോഷമായി. ഉടനെ തന്നെ അനൂപും എല്ലാവരും എന്നാ നമുക്ക് നാളെ ഒരു ക്ഷേത്രത്തിൽ ചില വഴിപാടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കമലയെടുത്തി അനൂപിന്റെ കയ്യിൽ നിന്ന് ആ പൂജാ സാധനങ്ങൾ വാങ്ങിച്ചപ്പോ ആതിര പറഞ്ഞു, എന്നാ എനിക്ക് നാളെ ഇവിടെ തീർച്ചയായിട്ടും കോളേജിൽ പോകണം, എന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. എന്നാ ശരി, നീ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി എന്ന് കമലെടുത്തി അറിയിച്ചു. അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആതിര വേഗം അകത്തേക്ക് കയറി. ഈ സമയത്ത് അവിടേക്ക് വന്ന സച്ചിയും
അർച്ചനയും വലിയ സന്തോഷത്തിൽ സച്ചി അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ കവറിങ് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, നമുക്ക് പോയി ചോറുണ്ണാം, എല്ലാരും ഉണ്ണാൻ പോയില്ലേ, അതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞ് അർച്ചനയെ നോക്കി ചിരിച്ചുകൊണ്ട് സച്ചി അർച്ചനയോടൊപ്പം വൃന്ദാവനത്തിനകത്തേക്ക് കയറിപ്പോന്നു. അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ ആ അവിടെ അനഘയും അവന്തികയും ചേർന്ന് പുതിയൊരു തന്ത്രം മെനഞ്ഞു കഴിഞ്ഞു. അവന്തികയും അനഘയും സേതുമാധവൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഉടനെ തന്നെ സേതുമാധവൻ കേൾക്കുവാനായി പുറത്തു നിന്ന് വലിയൊരു സംസാരം തന്നെ നടത്തുന്നു. അനഘേ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അച്ഛൻ സന്ദീപുമായിട്ടുള്ള നിന്റെ വിവാഹ കാര്യത്തില് ഒരു തീരുമാനം പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ അനഘ ചോദിച്ചു, അതെന്താ ഇത്രയും നാളായിട്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത്? ഞങ്ങളാരും അല്ലല്ലോ ഞങ്ങൾ വിവാഹം നടത്തി തരാൻ പറഞ്ഞ് ആദ്യം മുറവിളി കൂട്ടിയത്. എന്റെയും സന്ദീപിനെയും വിവാഹം നടത്താമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ? അങ്ങനെയല്ല ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. എന്നിട്ടിപ്പോ ഞങ്ങളുടെ ആഗ്രഹത്തെ ആരും കണ്ടില്ല എന്ന് നടിക്കുകയാണോ? എന്തായാലും പറ്റില്ല ചേച്ചി, എത്രയും വേഗം ഞങ്ങൾ വിവാഹം നടത്തി തരണം. അതോ ഞങ്ങൾ വേറെ വിവാഹം കഴിച്ചോളാനാണോ ഇനി പറയുന്നത് എന്ന് അനഘ അവന്തികയോട് ചോദിക്കുന്നു. അത് കേട്ടതും സേതുമാധവനാകെ നിരാശയിലായി. ഉടനെ അവന്തിക പറഞ്ഞു, മോളെ, ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാവല്ലോ എന്ന് പറഞ്ഞതും അനഘ അവന്തികയോട് പറഞ്ഞു, എന്റെ ചേച്ചി, ഇനി എനിക്ക് കൂടുതലൊന്നും അറിയണ്ട, എത്രയും വേഗം ഞങ്ങൾ വിവാഹം നടത്തി തരണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇനിയും സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് അവന്തികയോട് അനഘ അറിയിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ അതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പായതോടെ അവന്തികയും അനഘയും ഇടയ്ക്കിടയ്ക്ക് സേതുമാധവൻ അവിടേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സേതുമാധവൻ അനഘയും അവന്തികയും തമ്മിലുള്ള സംസാരം കേട്ടതിന് ശേഷം ആകെ നിരാശയിലായി. സന്ദീപിന്റെയും അനഘയുടെയും മനസ്സിൽ അവരുടെ പരസ്പരം അവർ പോലും ആഗ്രഹിക്കാതെ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടാക്കിയത് താനാണല്ലോ എന്ന കുറ്റബോധമായിരുന്നു അപ്പോ സേതുമാധവന്റെ മനസ്സിൽ. എന്നാലും സന്ദീപ് തന്നോട് ഇതിനോട് എതിർപ്പ് കാണിക്കുന്നത് കൊണ്ട് അനഘ പറയുന്നത് പോലെ സന്ദീപും അനഘയുമായിട്ടുള്ള വിവാഹത്തിന് സന്ദീപിന് സമ്മതമാണോ എന്ന് പോലും ഒരാശങ്ക ആ സമയത്ത് സേതുമാധവന്റെ മനസ്സിനെ അലട്ടുന്നു. അങ്ങനെ സേതുമാധവൻ അവരുടെ സംസാരം കേട്ട് ആകെ ടെൻഷനോടെ റൂമിലേക്ക് പോകുന്നത് കണ്ട് അനഘയും അവന്തികയും അവരുടെ പദ്ധതി വിജയിച്ചു എന്ന് സന്തോഷിച്ചു. പിന്നീട് സച്ചി റൂമിലിരുന്ന് അർച്ചനയുടെ ചില ബുക്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന അവിടേക്ക് എത്തി സച്ചിയോട് പറഞ്ഞു, അയ്യോ സച്ചിയേട്ടാ, ഇനി എങ്ങനെ ഈ ഡ്രസ്സ് മാറുന്നത്? ഈ ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അതെ, ഇത് തന്നെ അങ്ങ് ഇടാം, എന്നിട്ട് നാളെ രാവിലെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറാം, എന്നിട്ട് ഓഫീസിൽ പോകാലോ എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, ആ, നാളെ സച്ചിയേട്ടൻ ഓഫീസിലേക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചോ എന്ന് ചോദിച്ചതും ഉടനെ സച്ചി പറഞ്ഞു, അതെ, എനിക്ക് തന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ബുക്സ് ഒക്കെ താൻ വായിച്ചതാണോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതെ. അല്ല, ഈ ബുക്സിന്റെ എല്ലാം കണ്ടന്റും പ്രണയമാണല്ലോ. എന്നാ ഇത് വായിക്കുന്ന ആൾക്ക് ഒരു പ്രണയവും ഇല്ലായിരുന്നു താനും, അതെങ്ങനെ എന്ന് ചോദിച്ചതും അർച്ചനയോ പറ അതെങ്ങനെ നടക്കും എന്ന് സച്ചി അർച്ചനയോട് അന്വേഷിച്ചപ്പോ അർച്ചന പറഞ്ഞു, അത് നടക്കും. അതെ, എങ്ങനെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ച് ആ ബുക്സ് എല്ലാം കയ്യിലെടുത്ത് സച്ചിയുടെ അരികിൽ ചെന്ന് അർച്ചന ഇരുന്നു. എന്നിട്ട് സച്ചിയോട് അർച്ചന പറഞ്ഞു, അതെ, ഇതിൽ വായിക്കുമ്പോൾ പ്രണയം നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാകും? ആ പ്രണയം മനസ്സിൽ അങ്ങനെ കിടന്ന് സത്യത്തിൽ ഒരു കാര്യം സച്ചിയുടെ മനസ്സിലാക്കണം, പ്രണയം പ്രണയിക്കാത്തവരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന്. അതറിയാവോ? അത് മാത്രമല്ല, ആ പ്രണയം മുഴുവൻ പിന്നീട് തന്റെ അരികിലേക്ക് വരുന്ന ആൾക്ക് വേണ്ടി മാത്രമായി. ആ പ്രണയം ഉള്ളിൽ കൊണ്ട് നടന്ന് അതിന് ഒരാളെ, ഒരു രൂപത്തെ നമ്മൾ ശരിക്കും ആ മനസ്സിൽ അങ്ങനെ കാണും. ആ രൂപത്തെ പ്രണയിക്കാനായി മനസ്സ് തുടിക്കും. അതാണ് സത്യത്തിൽ പ്രണയം പുറമെ കാണിക്കാത്തവർ അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കാത്തവരുടെ യഥാർത്ഥ പ്രണയം എന്ന് അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചി കവളത്ത് കൈവച്ചു, ദൈവമേ, ഞാൻ ചവിട്ടിയത് മൂർഖനെയാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും അർച്ചന ചിരിച്ചു. ഉടനെ സച്ചിയോട് അർച്ചന പറഞ്ഞു, വേറൊരു കാര്യം കൂടെ ഉണ്ട് സച്ചിയേട്ടാ എന്ന് പറഞ്ഞതും പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി കാത്തിരുന്നു. ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഞാൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന ആ രൂപം സച്ചിയേട്ടൻ്റെതായിരുന്നു? സച്ചി അപ്പോഴേക്കും ശരിക്കും എന്ന് അതിശയത്തോടെ ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതെ, സച്ചിയേട്ടനെ അന്ന് ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ട ദിവസമില്ലേ, അന്ന് ഇക്കാര്യം സച്ചിയേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഉടനെ സച്ചി ആകെ വിഷമത്തോടെ അങ്ങനെ ഇരുന്നു. ഉടനെ പിന്നെ വേറൊരു കാര്യമുണ്ട് സച്ചിയേട്ടാ എന്ന് പറഞ്ഞതും ഇനിയുമുണ്ടോ? കേൾക്കട്ടെ. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, അല്ല, ഞാനിങ്ങനെയെല്ലാം സംസാരിച്ച് എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സച്ചിയേട്ടന് ബോറാവുന്നുണ്ടോ എന്ന് ചോദിച്ചതും സച്ചി വേഗം ആ ബുക്ക് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, പിന്നെ ബോറാവുന്നുണ്ടോന്നോ? ശരിക്കും ബോറാ, മഹാ ബോറ് എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചു. എന്തൊരു ബോറാ സംസാരമായത്, എപ്പോ നോക്കിയാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്ന് സച്ചി പറഞ്ഞുകൊണ്ട് വേഗം ചാടി എഴുന്നേറ്റു. അർച്ചന ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി അർച്ചനയുടെ ആ സങ്കടം നോക്കിയിട്ട് പിന്നിൽ വന്നങ്ങനെ ഇരുന്നിട്ട് അർച്ചനയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, എന്നാലേ ആ ബോറടിയെ ഈ സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്ന് പറഞ്ഞതും അർച്ചന വേഗം സച്ചിയുടെ ചെവിക്ക് ഞുള്ളുന്നു. ചെവി വേദനിച്ചുകൊണ്ട് സച്ചി കരയുമ്പോ എന്ന് നിലവിളിക്കുന്നത് കേട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് കമലടുത്ത് വിളിച്ചു ചോദിച്ചു,
അച്ചു എന്താ അവിടെ എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന പറഞ്ഞു, അത് പിന്നെ അമ്മയെ സച്ചിയുടെ കാല് ഇവിടെ ഒന്ന് തട്ടിയതാണ് എന്ന് പറഞ്ഞു. എന്ന് കമലാടത്തി മറുപടി നൽകുമ്പോൾ സച്ചിയും അർച്ചനയും ആകെ ചമ്മി. ഉടനെ അർച്ചന ചാടി എഴുന്നേറ്റ് വന്ന് സച്ചിയോട് പറഞ്ഞു, ഇനി ബഹളം വെച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും സച്ചി ആകെ ചമ്മലോടെ അർച്ചനെ നോക്കി ചിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അർച്ചന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വിളിച്ചു ചോദിച്ചു, എടോ തന്റെ ജോലിയൊക്കെ കഴിയാറായോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചി എന്നെ ഓഫീസിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൂടി പോകാമായിരുന്നു ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അർച്ചന ജോലി ചെയ്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നിൽ വന്നിരിക്കുന്ന ആളെ കണ്ട് അർച്ചന ഞെട്ടുന്നു. ആകെ അതിശയത്തോടെ അർച്ചനയ്ക്ക് ആകെ ഒരു അത്ഭുതം കണ്ട അവസ്ഥയായി. അപ്പോഴാണ് സച്ചി ഒരു കൈലിമുണ്ടും ഒരു ബനിയനും ഇട്ട് കഴുത്തിലൊരു തോർത്തും പിടിച്ചുകൊണ്ട് അർച്ചനയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഈ കാഴ്ച കണ്ടതും അർച്ചനയ്ക്കാകെ അതിശയമായി. അല്ല, ഇതെന്ത് വേഷം? ഈ വേഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സച്ചിനെ കാണുന്നത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, അതെ, ഈ മുണ്ട് അത് അനൂപേട്ടന്റെ, പിന്നെ ഈ ബനിയൻ ഇത് അച്ഛന്റെ, ഈ തോർത്ത് ആരുടെയോ അറിയില്ല എന്ന് പറഞ്ഞ് തോർത്ത് വേഗം തലയിലേക്ക് കെട്ടിവെച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു കത്തി എടുത്തിട്ട് അപ്പുറത്തിരുന്ന ഒരു പടവലങ്ങ കയ്യിൽ പിടിച്ചിട്ട് അതിലേക്ക് ആ കത്തി കുത്തിവെച്ച് ഇടത് കയ്യിൽ അങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ ഒരു കർഷകന്റെ ലുക്കില്ലേ എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു. അർച്ചന അത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, സച്ചിയേട്ടനെ ആദ്യമായിട്ടാ ഈ വേഷത്തിൽ കാണുന്നത്, ഇങ്ങനെ കൊള്ളാവോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ബഹുമാനം കൂടുമ്പോ മുണ്ട് അഴിച്ചിടാം, ദേഷ്യം വരുമ്പോ മുണ്ടെടുത്ത് മടക്കിയും കുത്താം, കൊള്ളാം, നല്ല വേഷം എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറഞ്ഞു, ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാലേ ഇനി ആകെ ഉള്ളൊരു പോംവഴിയെ തന്റെ പഴയ ഏതെങ്കിലും ഒരു സാരി എടുത്ത് ഞാൻ ചുറ്റേണ്ടി വരും എന്ന് സച്ചി പറഞ്ഞത് കേട്ട് അർച്ചന പൊട്ടിച്ചിരിക്കുന്നു.